ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൽ. നമ്മൾ സർവൈവലായിട്ട് കളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തുവാ കയറി സർവൈവിൽ ഒരു പുതിയത് കളിക്കാൻ വന്നതാണ്. എനിക്കിപ്പം കളിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ വന്നത് തന്നെയാണ്. യൂട്യൂബിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഭയങ്കര പാടാണ്. ഇത് ഇച്ചിരി ദൂരെ പോകണം, പയ്യേ കയറുള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതാണ് നമ്മളിനിയും മരം മുറിക്കാൻ പോകണം. മരം മുറിക്കാൻ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. കിട്ടിയിട്ട് ഈ മരം മുറിക്കാൻ ഭയങ്കര പാടാണ്. നല്ല സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തോ സമയമാണെന്ന് പറയാം, ഭയങ്കര സമയമാണിത്. പിന്നെ നിങ്ങൾ ഈ സാധനം നിങ്ങൾ കളിക്കുക. ഒരു വട്ടം ചത്താൽ പിന്നെ ഇനി വരത്തില്ല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം നിങ്ങൾ കളിച്ചിട്ടില്ല. ഞാൻ കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. മരം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടൻ വെട്ടാനൊന്നുമില്ല, കത്തി വെച്ചൊന്നും വെട്ടണ്ട. സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൈ വെച്ചും കൂട്ടും, അത്രയുള്ളൂ. അപ്പം നിൽക്കട, ഇവനെ എവിടെ പോവാ? നിന്നെ അടിക്കുവാ കേട്ടാ. അവിടെ അവരുടെ ചാടിപ്പോന്നു കള്ളൻ. നിൽക്കട, ഭയങ്കര പാട് കളിക്കാൻ. നിങ്ങൾ സ്റ്റക്ക് അടിക്കുന്നുണ്ട് എനിക്ക്. വേണ്ട, എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സ്റ്റക്ക് അടിക്കാനും തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ ഇനിയും ഇച്ചിരി വുഡ് വേണം. പിന്നെ വുഡ് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെ കൊണ്ട് വെക്കണം എന്ന് എനിക്കറിയില്ല. അന്നേരം വെച്ചേക്കാം. ഇവിടെ വെച്ചേക്കാം. വാളുണ്ടാക്കാം. പിന്നെ ഒരു ഇത് ഉണ്ടാക്കി. പിന്നെ ഇത് മതി. അപ്പം ഇത് പൊളിച്ച് കൈ കൊണ്ടൊക്കെ പൊളിക്കാം, അത്രേ ഉള്ളൂ. ഇനി എൻ്റെ ഇതിൻ്റെ പവറും പോകും. ഇനി എങ്ങോട്ട് പോകാനാ? അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോവാം. അതുകൊണ്ടൊരു പന്നി സർപ്രൈസ്. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. കേൾക്കാൻ പറ്റുന്നില്ലേ? അതുകൊണ്ടേ താറാവിനെയൊക്കെ കൊല്ലാതെ തന്നെ നമ്മൾ എന്തോ ചെയ്യാനാ? ലവൻ കാണുന്നില്ല. അതുകൊണ്ട് വിട്ട് സ്റ്റക്ക് കണ്ടോ ഗൈസ്? അങ്ങനെ സ്റ്റക്കാണ്, ഭയങ്കര പാട്. അതുകൊണ്ടൊരു കോള് വരുന്നു ഗൈസ്. ഒന്ന് നിർത്താം. ഗൈസ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഭയങ്കര പാടാണല്ലോ. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകേണ്ടി വരും. ഇങ്ങോട്ട് പോയിട്ട് ഏതേരിയ? അങ്ങോട്ട് ആള് വെള്ളമാണല്ലോ. അതുകൊണ്ട് അപ്പുറത്തും കൊള്ളാം. ഇനി അങ്ങനെ വിളിക്കും. ഇത് വെച്ചാൽ മതി. വൈസ് നിങ്ങൾ ഇതുപോലത്തെ ഈ പ്രശ്നങ്ങളിൽ പോയി കാണും. എന്തായാലും നമുക്ക് ഇത് പൊളിച്ച് നമുക്കിപ്പോൾ ഒരു ആഡ്സ് വേണമെന്ന് എനിക്കറിയത്തില്ല. വേണ്ടെങ്കിൽ വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പിക്കാഡ്സും പിന്നെ ഒരു വാളും മതി. താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതെന്തൊരിത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോണ്ടേ മതി ഇതൊക്കെ. അതിനെ സ്റ്റിക്കാക്കട്ടെ ബ്രോ. സ്റ്റിക്കാക്കില്ല. സ്റ്റിക്ക് വുഡ് വെക്കാൻ തന്നെ എത്ര താമസം. ഇവിടെ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ വേണ്ട ഒരിതും. പക്ഷേ ഇതുണ്ടാക്കാൻ വേണമെന്നറിയത്തില്ല. ഏതായാലും ഉണ്ടാക്കി നോക്കാം. എന്തൊരു താമസമാണ്. അതുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോവാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണ് എനിക്കിങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് കാണാൻ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറക്കാൻ പാടില്ല. നമ്മൾ തോണ്ട ഷീപ്പിനെ കൊന്നാലേ നമുക്കിപ്പോൾ ബെഡ് കിട്ടത്തില്ല. ഇപ്പം അവനെ കൊല്ലാം. എനിക്ക് വെള്ള ഷീപ്പിനെ എനിക്കിഷ്ടമുള്ളൂ. ഇതിനൊന്നും എനിക്കിഷ്ടമില്ല. ഇത് കുറേ ഒന്നും കാണത്തില്ല, കുറച്ചേ ഉള്ളൂ. ഇനി അവിടെ പോയി കിടന്നുറങ്ങാനേ. എനിക്കിനി 3 കൂടെ വേണ്ടേ. അതുകൊണ്ട് അടിയിലെന്തോ ഉണ്ട് പോയി കയറാം. ഇതിൻ്റെ അകത്ത് വെള്ളം വന്നു. വെള്ളം
നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതുകൊണ്ട് അത് മലയോട്ട് എനിക്ക് വീട് വെക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും ഇനി പറ്റത്തില്ല. വീട് വെക്കാൻ ഇനി കുറച്ചും കൂടെ നേരം. ഇപ്പോൾ എപ്പിസോഡ് 1 ഇട്ടേക്കുന്നത്. ഈ എപ്പിസോഡ് 2 വേണമെങ്കിൽ ഈ ഒരു നാളെ ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയമുണ്ടെങ്കിൽ എടുത്തുള്ളൂ. എന്നെ അതുകൊണ്ട് അത് താഴോട്ട് ഇറങ്ങുന്നു. അതുകൊണ്ട് വീണ്ടും വെള്ളം. എല്ലാ സ്ഥലത്തും വെള്ളം ഈ സ്ഥലത്ത് ആയിരിക്കും സ്ഥലം. അങ്ങോട്ടൊന്ന് പോവാം. എന്തുവാ മേളിലൊക്കെ കുറേ ആൾക്കാർ. അതെന്തുവാ ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്? ഇവിടെ ഫുള്ള് വെള്ളം. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. വില്ലേജ്. ഓ എനിക്ക് ഇനി അവിടെ കിടന്നറിയാലോ. ഏതാ വില്ലേജ്? ഒരു അയങ്കോലം അയങ്കോലം ഇവിടെ കാണുമോ? അയങ്കോലം ഇതോടെ ഇവിടെ അവിടെ കണ്ടുണ്ടല്ലോ. ഇവിടെ അയങ്കോലം കാണുന്നില്ല. അതുകൊണ്ട് അയങ്കോലം അവിടെ ഇരിക്കട്ടെ. വാങ്ങുക. അത് വേറെ അതുകൊണ്ട് ചെസ്റ്റ് എടുത്തതുകൊണ്ട് പിന്നെ കുറച്ച് ഇത് മതി. ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇതൊന്നും എനിക്കറിയത്തില്ല പറഞ്ഞു. അപ്പോൾ പുതിയത് കളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അറിയാലോ പുറത്തോ ഈ സാധനം എനിക്കറിയാം. ഇത് നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ നല്ലതാണ്. ഇതെന്തുവാ ഇവിടെ ഒന്നുമില്ലല്ലോ. ഒരു വില്ലേജറുണ്ട്. അവിടെ ഇരിക്കട്ടെ. അവനെ കൊല്ലാനാ. ആദ്യം നമുക്ക് അയങ്കോലത്തിനെ കൊന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ചെസ്റ്റ് അത് വില്ലേജറിന് കൊടുക്കാനുള്ള സാധനമല്ലേ ഇത്? വേണ്ട. നമുക്ക് ഈ ഫുഡ് അതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ അതും വെക്കാം. പിന്നെ മതി. ഇതെന്തിനാണ് വെക്കുന്നത്? ഇതെങ്ങനെ എടുത്ത് കളയും? നമുക്കറിയില്ല. നമുക്ക് ബെഡ് കിട്ടിയോ? കിട്ടിയില്ല. കിട്ടി. അവിടെ സ്പോണർ ഇല്ലല്ലോ അവിടെ. പിന്നെ എന്തിന് സ്പോണർ ഇട്ട് ഞാൻ അത് പോയി എടുത്ത് കളയാം. മസ്റ്റ്. ഇതെന്തോ കൊണ്ടാ? വേഗം പോ. അയങ്കോലത്തിന് ഞാൻ കണ്ടത് ഞാൻ നിങ്ങളെയും കാണിക്കും. അതുകൊണ്ട് വീണ്ടും എത്ര വെള്ളം എടുക്കാൻ സമയമായി. വെള്ളം എടുത്ത് താഴെ വീഴുമ്പോൾ മതി. സെറ്റായിരിക്കും. ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ബ്രെഡും സഞ്ചി വീണ്ടും അതൊന്നും വേണ്ട നമുക്ക്. അയങ്കോലത്തിനെ കൊല്ലാൻ വേണ്ടി വീണ്ടും വരുന്നു. വേണ്ട എൻ്റെ ചെറുക്കന്മാർ പയ്യെ കൊല്ലാം. കിട്ടി നോക്കാം. ഇനി നമ്മൾ എന്തോ ചെയ്യണം നോക്കട്ടെ. എന്തെങ്കിലും കുത്തിപ്പിടിച്ച് കളിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുക. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അയങ്കോലം അതോടിക്കട്ടെ. എപ്പം കൊല്ലണ്ട. അയ്യോ എനിക്ക് തൊണ്ടവേദനയാണ് ഗൈസ്. അതുകൊണ്ടാണ് സൗണ്ട് പോയത്. അതാണ്ട് അയങ്കോലം. നമുക്ക് ഇവനെ അടിക്കണം. ആദ്യം ഇവൻ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ. ഞാൻ കുറച്ച് മണ്ണെടുക്കണം. മണ്ണെടുത്താലേ നമുക്ക് ഇന്ന് കൊല്ലാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഇളക്കേണ്ട പണിയൊക്കെ നോക്കാം. ഇതൊക്കെ മതി. എത്ര എണ്ണം കിട്ടി? 9 ഇത് കിട്ടിയിട്ടുണ്ട്. എത്ര സമയമാണ്? മേളിക്കയറി എന്നെ അടിച്ചടിച്ചിട്ട് ഓടാ. എനിക്ക് ഈ ബട്ടണാണ് പിടിക്കാത്തത്. അവനെന്ത് ചെയ്യും? അതുകൊണ്ട് അവൻ കുടുങ്ങി നിന്ന്. ഇനി ഇവൻ ലാഗടിച്ചോണ്ട് വരുമല്ലോ. ഞാനെന്തോ ചെയ്യാനാ? എന്തായാലും ഇപ്പം മീറ്റ് കഴിക്കാം. എന്തായാലും ലൈഫും ഇല്ലേ. അതുകൊണ്ട് വരുന്നതിനെ കുറ്റൻ. അടുത്ത് വേടാ. ഇവിടെ വന്ന് നിൽക്കടാ. ഇതുകൊണ്ട് വില്ലേജുണ്ട് വന്നേക്കുന്നു. ഇത്രേ ഉള്ളു. അടിച്ച് ചാവണം. എത്ര അടിച്ചാ എന്നെ കൊച്ചു നാട്ടില്. ഞാൻ കളിക്കാറിയത്തില്ലായിരുന്നു. ഇപ്പം അറിയാന്നേ. മോനെ എന്ത് സീൻ? അങ്ങോട്ട് പോയി. നമുക്ക് ഇവിടെ ഇരിക്കാം. അതിന് കിട്ടി. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനേ 3 അല്ലാത്ത നമുക്ക് 2 നോക്കിയാലേ കിട്ടുന്നത്. ഇവർ 3 ആർക്കറിയാം. എന്തായാലും ഉണ്ടാക്കിയത് കിട്ടിയത് കാര്യമായി. അതുകൊണ്ട് പട്ടി അവിടെ നിൽക്കുന്നു. ഇനി നമുക്ക് ആഡ്സ് വേണ്ട. പിക്കാഡ്സ് ഉണ്ടാക്കാം. അത് നല്ലത്. പിക്കാഡ്സ് ഉണ്ടാക്കുവാണെങ്കിൽ മൈനിങ് ഒക്കെ നല്ല ഇത് ആവും. ഇനി ഇവനെ ട്രേഡ് വേണ്ട. ഇപ്പോൾ വെള്ളം എടുക്കാം. അതുകൊണ്ട് വെള്ളം ഇതങ്ങ് എടുക്കാം. അതുകൊണ്ട് വില്ലേജർ ഇപ്പം അടിക്കണ്ട. ഇവൻ കള്ളന്മാരാട്ടോ. ഇവന്മാർ വിശ്വസിക്കാൻ പറ്റത്തില്ല.
എന്തായാലും എനിക്കിപ്പോൾ ഇതുണ്ട് ലേസറിൻ്റെ ഇത് അതുകൊണ്ട് അത് കൊടുക്കാം. നോക്കട്ടെ. ഓടാ എന്തോ പരിപാടിയാണോ അത്? ഞാൻ കൊല്ലാം. നിക്കടാ. ആ ചത്ത ശാസ്ത്രീയ പറയും ഗൈസ് ഭയങ്കര ആളാണ്. ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇനി വീഡിയോ എടുത്തില്ല. അങ്ങനെയൊക്കെയാണ്. ഇതെന്ത് എന്നും മഴ വന്നോണ്ടിരിക്കും. പുറത്തിറങ്ങാം. ഈ വീട്ടിൽ ഞാൻ വന്നില്ലേ, ഈ ഇതിൽ കുറേ ചെസ്റ്റ് ഉണ്ട്. ഈ സ്ഥലത്തോട്ട് വരും കുറേ ചെസ്റ്റ് ഉണ്ട്. എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കുത്താൻ. രാത്രിയായി. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. മിനിറ്റ് ഞങ്ങൾ കൊല്ലട്ടെ. ഞങ്ങൾ ഇതിൽ എനിക്ക് കളിക്കാൻ ശരിക്കും അറിയത്തില്ല. നിങ്ങളൊന്ന് അച്ഛനാണെന്നെ വിളിച്ചത്. എന്തോ അറിയില്ല. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി നേരെ പോകുന്നുണ്ട്. വില്ലേജർ മോനെ, ഞാൻ ആദ്യം അവിടെ കിടക്കും, പിന്നെ നീ കിടന്നാൽ മതി. വന്നേക്കുന്നത് കിടക്കാൻ. എണ്ണിച്ചേ ഇപ്പം നമ്മൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഇതൊന്നും ഇവനെ ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് എനിക്ക് കളി. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് വിളിക്കുക. ബൈ. നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇടാം. ടാറ്റ ബൈ ഫ്രണ്ട്സ്. ശരി, കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ ബ്രോസ്. ബൈ.